ഇന്നേ കുറേ പരിപാടികളുള്ള ദിവസമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ആദ്യം ജിമ്മിന് പോയിട്ട് എല്ലാം അങ്ങോട്ട് തുടങ്ങാന്ന് വിചാരിച്ചു. പതിവ് പോലെ തനുട്ടീനെ സ്കൂളിലേക്ക് വിട്ടു. ഇന്ന് അവളുടെ സ്കൂളിലെ ലാസ്റ്റ് ഡേ ആട്ടോ. മാർച്ച് 31 വരെ തനുട്ടിക്ക് ക്ലാസ് ഓപ്പൺ ആയിരുന്നു കേട്ടോ. ഒന്നാം തീയതി നമുക്ക് സ്കൂൾ പൂട്ടിയത്. അങ്ങനെ നമ്മൾ ഇതേ ജിമ്മിലെത്തി. ഇന്ന് പിന്നെ ഒരുപാട് വർക്കൗട്ട് ഒന്നും ചെയ്തില്ല. കാർഡിയോ മാത്രം ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഏകദേശം ഒരു 45 മിനിറ്റ് വർക്കൗട്ട് ചെയ്തുള്ളൂ കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലെത്തിയിട്ട് അപ്പോൾ തനുട്ടിന് സ്കൂളിലേക്ക് പോകാനുണ്ട്. അവളുടെ സ്കൂളിൽ നിന്ന് ഗ്രാജുവേഷൻ ഒക്കെയാണ്. അങ്ങനെ ഞങ്ങളിത് വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ അവൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അവളുടെ മാമിന് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം എന്നുള്ളത്. മാമിനും ആൻറ്റിക്കും. തനുട്ടിക്ക് പിന്നെ സർപ്രൈസ് കൊടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ആർക്കാണെങ്കിലും സർപ്രൈസ് കിട്ടിക്കഴിഞ്ഞാലൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അങ്ങനെ ക്ലാസ്സിലെത്തിയ സമയത്ത് ഇതാണ് ആളുടെ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് കാണിച്ചു തരാണ്. അവളുടെ പേരും ഒക്കെ പറഞ്ഞിരുന്നുണ്ട് ആള്. കുറച്ചു നേരം നമ്മൾ അവിടുത്തെ പ്രോഗ്രാം എല്ലാം കണ്ടു. അതിന്റെ ഇടയ്ക്ക് തനക്കുട്ടി ഉണ്ട് സാറിന്റെ മടിയിലൊക്കെ പോയിരിക്കുന്നത്. അതിനിടയ്ക്ക് മാമിനും ആന്റിക്കും ഗിഫ്റ്റ് കൊടുക്കാന്ന് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആദ്യം മാമിന് കൊടുത്തു, പിന്നെ അത് കഴിഞ്ഞിട്ട് അവളുടെ ആന്റിക്കും കൊണ്ട് കൊടുത്തു കേട്ടോ. എന്തായാലും ആള് ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് ഭയങ്കര സന്തോഷം ഇതൊക്കെ കണ്ടപ്പോൾ. പിന്നെ നേരെ വീട്ടിലേക്ക് പോയിട്ട്, കാരണം വൈകുന്നേരം അമ്പലത്തിൽ പോയിട്ട് നമ്മുടെ വീടിനടുത്തുള്ള അമ്പലത്തിൽ നിന്ന് ഉത്സവമാണ്. അമ്മയൊക്കെ പിന്നെ താലെടുത്ത് മുന്നിൽ പോകുന്നുണ്ട്. ഞാൻ പിന്നെ തനൂട്ടിക്ക് ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞപ്പോൾ ഇവരെ കൂടെ ഇരിക്കുന്നുണ്ട്. ഇതാണ് അവളുടെ ഫ്രണ്ട്സ്, നാട്ടിലത്തെ ഫ്രണ്ട്സ് കേട്ടോ. നമ്മൾ ഏകദേശം ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് താമസം മാറിയിട്ട് ഒരു 1 ഇയർ ആവാനായി. അപ്പോൾ ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് നമ്മൾ അടുത്തുള്ള ഈ ഒരു അമ്പലത്തെ പരിപാടി ഞാൻ കാണുന്നത്. എന്തായാലും നല്ല അടിപൊളി പരിപാടിയായിരുന്നു. ഒരുപാട് സന്തോഷമായി കേട്ടോ. ഇവിടെ നമുക്ക് 3 ദിവസത്തെ പരിപാടിയായിരുന്നു. ആദ്യത്തെ ദിവസം ഇതേപോലെ ഘോഷയാത്രയും കാര്യമൊക്കെ ആയിരുന്നു. രണ്ടാമത്തെ ദിവസം കുട്ടികളുടെ പരിപാടി, പിന്നെ മൂന്നാമത്തെ ദിവസം നാടൻപാട്ടും കാര്യം അങ്ങനെയൊക്കെ ആയിരുന്നു. അതിനിടയ്ക്ക് പെട്ടെന്ന് തീരുമാനം എന്താ പിന്നെ ഡാൻസ് കളിച്ചാലോ എന്ന്. സംഭവം ഇതൊരു കോമഡി ആയിരുന്നു. കാരണം നമുക്ക് ഇന്നാണ് പ്രോഗ്രാം എന്നുണ്ടെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്കാണ് ഞങ്ങൾ ഈ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങണത്. അതിൻ്റെ ഇടയിൽ കൂടെ ഡ്രസ്സ് എടുക്കാൻ പോകലും എല്ലാം കൂടെ ആയിട്ട് സത്യം പറഞ്ഞാൽ ഡാൻസ് കളിച്ചപ്പോൾ മൊത്തത്തിൽ പാളിപ്പോയി എന്ന് വേണം പറയാൻ. അതുകൊണ്ടാണ് ഇതിൽ ഡാൻസ് കളിച്ച വീഡിയോ മാത്രമല്ലാത്തത്. കാരണം നമ്മൾ 2 മണിക്കൂർ മാത്രമേ പഠിച്ച് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ആ ഒരു സമയം കൊണ്ട് അവിടെ പോയി കളിച്ചപ്പോൾ മൊത്തത്തിൽ സ്റ്റെപ്പൊക്കെ ആകെ മാറിപ്പോയി. അവളൊരു സ്റ്റെപ്പ് ഞാൻ ഒരു സ്റ്റെപ്പൊക്കെ ആയിട്ട് വന്നു. അതുകൊണ്ടാണ് വീഡിയോ ഞാൻ ഇതിൽ കാണിക്കാത്ത കേട്ടോ. അപ്പോൾ ഏതായാലും ഈ വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.